കോൺഗ്രസ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത്. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് കൈകോർത്തത് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവും എന്നാണ് വിമർശനം. വോട്ടിനു വേണ്ടി തീവ്രതയെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ് എന്നും വ്യക്തമാക്കുകയാണ്. മത തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങള് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് ഈ ബന്ധത്തെ പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ഒരുപാട് പ്രാവശ്യങ്ങൾ മതവർഗീയതയെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു വശത്തും മറുവശത്ത് മത തീവ്രവാദ സംഘടനകളെ പോലുള്ള സംഘടനകളെ ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സംശുദ്ധ രാഷ്ട്രീയമായിട്ട് തോന്നുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും തീവ്രവാദ ചിന്തകളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഡിസോൺ ചെയ്യേണ്ടതാണ്. അതിനെ വെള്ളം കൂശാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇലക്ഷൻ വരുമ്പോൾ കാണുന്നത്. അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. കാരണം തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ തീവ്രവാദ ബന്ധങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ ഡിസോൺ ചെയ്യുകയാണ് വേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തിരുത്താൻ മുമ്പോട്ട് വരികയാണ് വേണ്ടത്. അതാണ് ഇത് ജനാധിപത്യ സംവിധാനത്തിന് പ്രത്യേകം നമ്മുടെ നാടിനും ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദും ടോം കുര്യാക്കോസും ആണ് ചേരുന്നത്. ആദ്യം അനുമോദ്, പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്താൻ ഇനി ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ റിലീസ് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കാര്യങ്ങൾ വ്യക്തമാണ്. വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒരു കാലത്ത് മതേതരത്വത്തിന്റെ മുഖമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മത തീവ്രവാദ ശക്തികളെ അടക്കം കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ റിലീസ്? ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ? അഭിലാഷ്, വെൽഫെയർ പാർട്ടിയുടെ സഖ്യധാരണ അതേപോലെ PDPയുമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സഖ്യധാരണ ഇത് രണ്ടിനെയും വലിയ തോതിൽ തന്നെ രൂക്ഷമായി വിമർശിക്കുന്ന വാർത്താക്കുറിപ്പാണ് കത്തോലിക്ക കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. അവർ ഈ ഒരു റിലീസിൽ കൃത്യമായിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ട എന്നും പറയുന്നില്ല. പക്ഷേ തീവ്രവാദത്തിന് എതിരെയാണ് ഈ നിലപാടെടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഈ തീവ്ര സ്വഭാവമുള്ള സഖ്യകക്ഷികളുമായിട്ട് സഖ്യം ചേരുന്നതിനെ കൂട്ടുകൂടുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് പറയുന്നു. ആ റിലീസിൽ പറയുന്നത് ഒരിക്കലും ആർക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ട എന്നുമല്ല, പക്ഷേ രാഷ്ട്രീയത്തിന് യോജിക്കുന്നതല്ല ഈ ഒരു സഖ്യങ്ങളെന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങളെന്നും പറയുമ്പോൾ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള UDFന്റെ സഖ്യവും അതിനെതിരെ മുസ്ലിം മതസാമുദായിക സംഘടനകൾ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ വെൽഫെയർ UDF സഖ്യത്തിനും അതേപോലെ PDP LDF ആ കൂട്ടുകെട്ടിനും എതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്നൊരു സാഹചര്യം. നിലമ്പൂരിൽ വലിയ സ്വാധീനമുണ്ട് ഈ ഒരു കത്തോലിക്ക കോൺഗ്രസിന് പല മേഖലകളിലും. ഏകദേശം ഒരു 10,000-ലധികം വോട്ടുകളെ സ്വാധീനിക്കാൻ ഈ ഒരു മേഖലയിൽ കെൽപ്പുള്ള ഒരു സംഘടന കൂടിയാണ് അല്ലെങ്കിൽ കൂട്ടായ്മ കൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFനും UDFനുമെതിരെ അവർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണല്ലോ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇതിനിപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതോ എന്നോ പറയുന്നില്ല. അത് ശരിയാണ് അനുമോദ്. പക്ഷേ ഇതിൽ നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ, അത് പ്രധാനമായും ഉന്നം വയ്ക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നത് UDFനെയും കോൺഗ്രസിനെയുമാണ് എന്ന് തന്നെയാണല്ലോ വ്യക്തമാക്കേണ്ടത്. കാരണം ഈ വോട്ടുകൾ എന്നത് പരമ്പരാഗതമായി UDFന്റെ പെട്ടിയിൽ വീഴുന്ന വോട്ടുകളാണല്ലോ. അവിടെ PDP ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന് അധികമായി ലഭിക്കുന്ന വോട്ടുകൾ അല്ല. ഈ PDP ബന്ധത്തെ കൂടി കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ ഇടതുപക്ഷത്തെയും കുറ്റപ്പെടുത്തുന്നു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആത്യന്തികമായി പ്രതിഫലിക്കുക കോൺഗ്രസിന്റെ വോട്ട് പെട്ടിയിലായിരിക്കില്ലേ? തീർച്ചയായും ഇത് PDP ബന്ധവും വെൽഫെയർ ബന്ധവും ഒരേപോലെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ തിരിച്ചടി വരിക UDFനാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇതുവരെ ആ മേഖലയിലെ ജനങ്ങൾ നിന്നിരുന്നത് UDFനൊപ്പമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UDFന് ഒപ്പം നിന്നിരുന്ന ആ ഒരു മേഖലയിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ വെൽഫെയർ പാർട്ടിയുടെ ബന്ധം അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും UDFുമായിട്ടുള്ള സഖ്യ കാരണം
ആ ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സഹകരണം പിന്മാറുന്നു എന്നത് വലിയ ഒരു സന്ദേശമാണ്. UDF സംബന്ധിച്ച് നിലവിൽ തന്നെ എത്രത്തോളം വോട്ടുകൾ ചോർന്നു പോകുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിൻ്റെ രണ്ട് കാരണങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ ദിവസം സാമുദായിക സംഘടനകളിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തൽ, അതിനൊപ്പം PV അൻവറിൻ്റെ സാന്നിധ്യം. ഇത് രണ്ടിനും പുറമെയാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും ഈ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും UDF കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങുന്നു. LDF സംബന്ധിച്ച് അവിടെ കൂടുതൽ പ്രതീക്ഷയില്ലെങ്കിൽ പോലും അവരെയും ചേർത്ത് ഈ ഒരു വാർത്താക്കുറിപ്പിൽ അവരെയും ചേർത്ത് പറയുമ്പോൾ ഒരു പൊതു സാഹചര്യം എന്ന തരത്തിലാണ് കത്തോലിക്ക കോൺഗ്രസിനെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ നഷ്ടം ഉണ്ടാകുന്നത് UDF അതിനൊപ്പം ചേർത്ത് പറയേണ്ടതാണ് ഈ മേഖലയിൽ നിന്നുള്ള, അതായത് മലയോര മേഖലയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ആണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലെ മുഖ്യ വിഷയവും ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളും അതേപോലെ ആ ഒരു മേഖലയിലെ തനിക്ക് സ്വാധീനമുണ്ടെന്ന അവകാശവാദവുമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്ന ചോദ്യം ഒരുപക്ഷെ NDAക്ക് അനുകൂലമായി, NDAക്ക് കുറേ വോട്ടുകൾ മാറാനുള്ളൊരു സാഹചര്യം ഇതിലുണ്ടോ എന്ന ചോദ്യം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പ് നൽകുന്നത്. അതായത് UDF പരമ്പരാഗതമായി പോകുന്ന വോട്ടുകൾ UDF എത്താതിരിക്കുന്ന സാഹചര്യം. അനുമോദ്, തീർച്ചയായും അതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഘടകം PV അൻവറാണ്. കാരണം PV അൻവറാണ് മലയോര മേഖലയിലെ അവരുടെ പ്രതിനിധിയായിട്ട് VS ജോയ് മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും അൻവർ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും ഉന്നയിച്ച് പരസ്യ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അൻവറിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു പ്രചരണ മേഖലയും മലയോര മേഖലകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൻവറിന് അനുകൂലമായിട്ടൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ UDFൻ്റെ ആര്യടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അൻവർ രംഗത്ത് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ തരത്തിലുള്ള, അതായത് മലയോര മേഖലയിലെ ജനതയുടെ പ്രതിനിധിയായിട്ട് VS ജോയ് വരണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. അത്തരത്തിൽ മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ താൻ അഡ്രസ്സ് ചെയ്യുന്നു, താനാണ് അത് ഏറ്റവും ആദ്യം ഈ ലോകത്തിന് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്, തൻ്റെ സമ്മർദ്ദഫലമായിട്ടാണ് മറ്റു മുന്നണികൾ പ്രത്യേകിച്ച് UDF അത് ഏറ്റെടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അൻവർ പ്രചരണം നടത്തുന്നത്. അൻവറിൻ്റെ മുഖ്യ പ്രധാന വിഷയങ്ങളൊന്നും അതാണ്. ആ ഒരു സാഹചര്യത്തിൽ അൻവറിന് അനുകൂലമായിട്ടൊരു നിലപാട്, അൻവറിലേക്ക് കൂടുതൽ വോട്ടുകൾ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാട് സഹായകമാകും എന്ന് വിലയിരുത്താൻ കഴിയും. എന്താണെങ്കിലും ഗുണഫലം ഉണ്ടാവുക അല്ലെങ്കിൽ ദോഷമുണ്ടാവുക UDF എന്ന് നമുക്ക് പറയുമ്പോഴും ഗുണഫലം ഉണ്ടാകാൻ സാധ്യതയുള്ളത് വെറും സാധ്യതയാണ്, വിലയിരുത്തലാണ്. ഒരുപക്ഷെ സാധ്യത ഉണ്ടാകുന്നത് അൻവറിനും NDAക്കും ആകും എന്ന് ഈ ഒരു രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ പ്രസ് റിലീസിലുള്ളത്. അതോടൊപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപതയുടെ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ ചാക്കോ കളമ്പറമ്പിലാണ് നേരത്തെ പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി, അതായത് മത തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത്. ഈ ബന്ധത്തെ പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ഒരുപാട് പ്രാവശ്യങ്ങൾ മതവർഗീയതയെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു വശത്തും, മറുവശത്ത് മത തീവ്രവാദ സംഘടനകളെ പോലുള്ള സംഘടനകളെ ചേർത്ത് വെക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സംശുദ്ധ രാഷ്ട്രീയമായിട്ട് തോന്നുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും തീവ്രവാദ ചിന്തകളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഡിസോൺ ചെയ്യേണ്ടതാണ്. അതിനെ വെള്ളം പൂശാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇലക്ഷൻ വരുമ്പോൾ കാണുന്നത്. അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. കാരണം തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ തീവ്രവാദ ബന്ധങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ ഡിസോൺ ചെയ്യുകയാണ് വേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തിരുത്താൻ മുമ്പോട്ട് വരികയാണ് വേണ്ടത്. അതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ നാടിന് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. ടോം കുര്യാക്കോസ് കൂടി ചേരുന്നുണ്ട്. ടോം, ഇതിപ്പോൾ വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പായി തന്നെയല്ലേ നമുക്ക് കാണേണ്ടി വരുന്നത്? ഇത്തരം തീവ്ര സംഘടനകളുമായി കൈകോർക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് താമരശ്ശേരി രൂപത. അതിൽ വളരെ വ്യക്തമാണല്ലോ, നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ ഇതേ റിലീസിൽ തന്നെ PDPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ PDP ബാന്ധവ്യത്തിൻ്റെ പേരിൽ UDFൻ്റെ വെൽഫെയർ സഖ്യത്തെ വെള്ളപൂശുന്നത് വഴി എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് കൃത്യമായി ഇടതുപക്ഷത്തിനപ്പുറത്ത് കോൺഗ്രസിനെ തന്നെയാണ് അതിൽ പരാമർശിച്ചു പോകുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. അത് എത്രത്തോളം, ഇപ്പോൾ അനുമോദ് പറഞ്ഞതനുസരിച്ച് വലിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ് അവിടുത്തെ സഭ എന്ന് പറയുന്നതും വിശ്വാസികൾ എന്ന് പറയുന്നതും ഒക്കെ, അത് എത്രത്തോളം പ്രതിഫലിക്കും? എന്താണ് യഥാർത്ഥത്തിൽ ഈ രൂപത ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു പ്രസ് റിലീസ് പുറത്തിറക്കുമ്പോൾ ലക്ഷ്യം വെക്കുന്നത്?
അഭിലാഷ്, കഴിഞ്ഞ കുറേ നാളുകളായി സീറോ മലബാർ സഭ, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗം യു ഡി എഫിൽ നിന്നും ഒരു അകൽച്ച പാലിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം യു ഡി എഫ് മുസ്ലിം പ്രീണന രാഷ്ട്രീയം കളിക്കുന്നത്, മുസ്ലിം വിഭാഗത്തിന്, സമുദായത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിൽ നിന്നും അകന്നുൾപ്പെടെയുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്രൈസ്തവ വിഭാഗവും യു ഡി എഫുമായി ഒരു അകൽച്ച ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിച്ചതാണ്. അതിനുശേഷം ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു കോൺഗ്രസ് വിരുദ്ധ, യു ഡി എഫ് വിരുദ്ധ നിലപാട് സഭ സ്വീകരിച്ചെങ്കിൽ പോലും അത് ഒരു കൃത്യമായും തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് സ്വാധീനിച്ചിരുന്നില്ല. പക്ഷേ നിലമ്പൂരിൽ, പ്രത്യേകിച്ചും നിലമ്പൂരിൽ ഏകദേശം 20,000-ലധികം ക്രൈസ്തവ വോട്ടുണ്ട്. അതിൽ കൂടുതലും സീറോ മലബാർ സഭയുടെ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളാണ്. സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഈ സമുദായ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അതായത് 2 രൂപതകൾ, ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാനന്തവാടി രൂപത, താമരശ്ശേരി രൂപത, ഈ 2 രൂപതയിൽപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളാണ് നിലമ്പൂർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ടോം? പ്രത്യേകിച്ച് ടോം പറഞ്ഞതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങൾ അകന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ക്രൈസ്തവ വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് KPCC അധ്യക്ഷനെ അടക്കം മാറ്റിയത് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വരുത്തുമ്പോഴും സഭ അകലം പാലിക്കുന്നു, എന്തു വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും സഭയുടെ ഒരു സമ്മർദ്ദ ഫലമായിട്ടായിരുന്നു KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ നിയമിക്കുന്നത്. അതിനുശേഷം വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് സണ്ണി ജോസഫിനെ സംബന്ധിച്ചേറെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ സഭ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്, അതായത് ഒരു കോൺഗ്രസ് വിരുദ്ധ നിലപാട്, UDF വിരുദ്ധ നിലപാട് സ്വീകരിച്ചതെന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല വിശ്വാസികൾക്കിടയിൽ ഒരു പരിധിവരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിലമ്പൂർ ഉൾപ്പെടുന്ന മലയോര മേഖലയിൽ നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ മലയോര കുടിയേറ്റ ക്രൈസ്തവ വിഭാഗം നേരിടുന്ന വലിയ വെല്ലുവിളി, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം, വന്യജീവി ആക്രമണം, ഈ 2 വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച സമര പരമ്പരകൾ നടത്തിയ സമുദായം കൂടിയാണ്, സംഘടന കൂടിയാണ് കത്തോലിക്ക കോൺഗ്രസ്. പ്രത്യേകിച്ചും ഈ 2 രൂപതകളുടെയും പരിധിയിൽ വരുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ 2 രൂപതകളുടെയും ഘടകം ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തു തന്നെയായാലും താമരശ്ശേരി രൂപത ശക്തമായ ഒരു താക്കീത് ഇവിടെ കോൺഗ്രസിന്, UDF നൽകുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിലല്ല, വരും തെരഞ്ഞെടുപ്പുകളിൽ പോലും ഈ ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകും. അതൊരു മുന്നറിയിപ്പായി തന്നെ കാണണമെന്നാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പക്ഷേ ഈ അനുമതി സൂചിപ്പിച്ച കാര്യം പരിശോധിച്ച് നോക്കി, ഇത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നതൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, അദ്ദേഹം ഒരു സഭാ വിശ്വാസിയാണ്, സഭയുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. BJPക്ക് വലിയ സ്വാധീനമില്ലെങ്കിൽ പോലും ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ വോട്ട് BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇവിടെ PV അൻവറും സഭയും ഉന്നയിക്കുന്ന വിഷയങ്ങൾ സമാനമാണ്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിലെ ക്രൈസ്തവ വിഭാഗം നേരിടുന്ന, നേരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, ഈ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ PV അൻവറും ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് അൻവറിനൊരു പിന്തുണ ഉണ്ടാകുമോ? അതല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് പറയുമ്പോൾ പോലും ചില മേഖലകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോലും ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം സഭയ്ക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ട് നിലവിൽ ഒരു പരിധിവരെയും ഈ പ്രസ്താവനയിലൂടെ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസ്താവനയിലൂടെ സഭാവിശ്വാസികൾക്കിടയിൽ മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷെ ആ വോട്ട് ആർക്കാണ്? കാരണം പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്നതാണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട്. ആ UDF വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ നിലപാടിന് ഒരുപക്ഷെ വഴിവെച്ചേക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സീറോ മലബാർ സഭയിൽ വിഭാഗത്തിൽപ്പെട്ട മലയോര മേഖലയിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ സഭ തന്നെ ആ വിഷയത്തിൽ കോൺഗ്രസിനോട് അതിലേതാണ്ട് 80% സീറോ മലബാർ സഭയുടേതുമാണ് എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു, ചതുഷ്കോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ആണ് ഓരോ വോട്ടുകളും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിലപാടുകൾ കൂടി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്.